യേശുവിൻ്റെ സ്വർഗാരോഹണം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കാതലായ ഘടകങ്ങളിൽ ഒന്നാണ് യേശുവിൻ്റെ സ്വർഗാരോഹണം എന്ന് നാം ധരിക്കണം. രണ്ടുപേര് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ആ യാഥാർത്ഥ്യം ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിൽ ഒരു വ്യക്തി യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമാണ്. പരിശുദ്ധ കന്യാമറിയം സ്വർഗത്തിൽ എത്തിച്ചേർന്നു എന്ന് ദൈവശാസ്ത്രപരമായിട്ട് നാം മനസ്സിലാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദം ഇംഗ്ലീഷിൽ അസംഷൻ എന്ന രീതിയിലാണ്. അഷേന്തരെ എന്ന ലത്തീൻ ക്രിയയിൽ നിന്നാണ് അസംഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടാകുന്നത്. മലയാളത്തിൽ അതിനെ എടുക്കപ്പെടുക എന്ന് വിവർത്തനം ചെയ്യുന്നതിൽ തെറ്റില്ല. അങ്ങനെ വരുമ്പോൾ മാതാവ് സ്വർഗത്തിൽ പ്രവേശിച്ചത് സ്വയമായിട്ടുള്ള പ്രവേശനം എന്നതിനേക്കാൾ ദൈവിക ശക്തി കൊണ്ട് എടുക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെ ആരോപണം എന്ന രീതിയിൽ പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ യേശുവിന്റെ സ്വർഗപ്രവേശനം അങ്ങനെയല്ല. അത് കുറിക്കുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ അസൻഷൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അഷേന്തരെ എന്ന ലത്തീൻ ക്രിയയിൽ നിന്നാണ് അസൻഷൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം സ്വയമായിട്ടുള്ള പ്രവേശനം. അത് എടുക്കപ്പെടുകയല്ല, പ്രവേശിക്കുകയാണ്. അതിന് ആരോഹണം എന്ന് പറയുന്നതിലും പ്രായോഗികമായിട്ട് തെറ്റില്ല എന്ന് വേണം വിചാരിക്കാൻ. ഇവിടെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ തനിമ നാം നോക്കിക്കാണേണ്ടതുണ്ട്. മറിയം മനുഷ്യന്റെ തലത്തിൽ നിൽക്കുമ്പോൾ യേശു ദൈവത്തിന്റെ തലത്തിൽ നിൽക്കുന്നു. മറിയം എടുക്കപ്പെടുമ്പോൾ യേശു സ്വയമായിട്ട് പ്രവേശിക്കുന്നു. ഈ വ്യത്യാസം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. യേശു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് ഒരു തിരുനാൾ എന്ന രീതിയിൽ കത്തോലിക്ക സഭയിൽ ആഘോഷിക്കാൻ തുടങ്ങിയത് വിശുദ്ധ അഗസ്തീനോസിന്റെ കാലം മുതലാണ് എന്ന് വരികിലും അതിനു മുമ്പേ തന്നെ ആദിമസഭയുടെ മനസാക്ഷിയിൽ തന്നെ സജീവമായ രീതിയിൽ രൂപീകൃതമായ ഒരു സത്യമായിരുന്നു യേശുവിന്റെ സ്വർഗാരോഹണം. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗപ്രവേശനം വിശ്വാസത്തിന്റെ ഭാഗമെന്ന നിലയിൽ പ്രഖ്യാപിതമായത് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. ഈ ഒരു വ്യത്യാസവും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നല്ലതാണ്. ഇവിടെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. യേശു സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളത് ആധുനിക കാലത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രസക്തി എന്ത്? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് മനസാക്ഷിക്കനുസരിച്ച് ബോധപൂർവം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷ നൽകുന്നതാണ് യേശുവിന്റെ സ്വർഗാരോഹണം എന്ന വസ്തുത എന്ന് വേണം മനസ്സിലാക്കാൻ. വസ്തുനിഷ്ഠമായ രീതിയിൽ സുവിശേഷത്തിലൂടെ പ്രകാശിതമാകുന്ന യേശുവിനെ നാം നോക്കിക്കാണുമ്പോൾ ഒരുപാട് അപമാനിതനായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് യേശുവിനെ കാണാം. തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ യേശുവിനെ കാണാൻ സാധിക്കുന്നു. അവഗണിക്കപ്പെട്ട വ്യക്തി എന്ന രീതിയിൽ യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സമൂഹത്തിലെ മറ്റ് അംഗങ്ങൾ ആരോപണം വിധേയനാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യേശു പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാം. മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ യേശുവിനെ നമുക്ക് കാണാം. കഴിവില്ലാത്തവൻ എന്ന രീതിയിൽ യേശുവിനെ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ബോധമില്ലാത്ത മനുഷ്യൻ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മറ്റുള്ളവരാൽ പരിഹസിച്ച് അപഹസിച്ച് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ വന്നവൻ എന്ന വ്യക്തി എന്ന വിധത്തിലും യേശുവിനെ നമുക്ക് കാണാം. കുറ്റക്കാരനായതുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടവൻ ആയിട്ട് യേശുവിനെ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കഴിവില്ലാത്തവൻ, ബുദ്ധിശൂന്യൻ, മണ്ടൻ എന്നൊക്കെ ആളുകൾക്ക് വ്യാഖ്യാനിക്കാൻ ഇടവരത്തക്ക വിധത്തിൽ യേശു പ്രത്യക്ഷപ്പെടുന്നതായിട്ട് സുവിശേഷത്തിൽ കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ വ്യക്തി ജീവിതത്തിൽ സ്വീകരിക്കാനിടവന്ന നിലപാടുകള്, ജീവിതത്തിൽ ഉൾക്കൊള്ളാനിടവന്ന തത്വദീക്ഷാപരമായിട്ടുള്ള വർത്തന ശൈലികള്, ഉണ്ടായ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകള്, ഈ നിലപാടുകളൊക്കെ സർവശക്തനായിട്ടുള്ള പിതാവായ ദൈവം അംഗീകരിക്കുകയും ഏറ്റവും ഉന്നതമായ ബഹുമതി നൽകിക്കൊണ്ട് മഹത്വത്തിന്റെ പൂർണ്ണതയിലേക്ക് യേശുവിനെ ഉയർത്തി അതിനുള്ള അവസരം യേശുവിന് കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം സത്യത്തിൽ പറഞ്ഞാൽ മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും പ്രത്യാശ പ്രദാനം ചെയ്യാൻ പോരുന്നതാണ് എന്നുള്ളതാണ് വസ്തുത.
നാം നമ്മുടെ ജീവിതത്തിൽ തത്വദീക്ഷയോടുകൂടെ ഉത്തമ ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഇടവരുന്നു എന്നുവരികിലും സമൂഹത്താൽ കുറ്റപ്പെടുത്തപ്പെടുകയും അവഗണിക്കപ്പെടുകയും അവഹേളിതനാക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോഴും നമ്മുടെ തത്വദീക്ഷയും നമ്മുടെ ഉത്തമ ബോധ്യങ്ങളും യേശുവിന്റെ തത്വദീക്ഷയിൽ കേന്ദ്രീകൃതവും ബോധ്യങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടതുമാണ് എന്ന് വരികിൽ തീർച്ചയായിട്ടും മഹത്വത്തിലേക്കുള്ള പ്രവേശനത്തിന് ഈ അവഹേളനങ്ങളും നിന്ദകളും തോൽവികളും അസുഖകരമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ നമുക്കും ഉപകാരപ്രദമാകും എന്നുള്ളതാണ് ഈ പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ സത്യം, പ്രതീക്ഷയുടെ ഏറ്റവും വലിയ നിദാനം. അങ്ങനെ നോക്കുമ്പോൾ യേശുവിന്റെ സ്വർഗാരോഹണം യഥാർത്ഥത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ, മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ വലിയ പ്രത്യാശയും പ്രതീക്ഷയും ജീവിതത്തിൽ നൽകുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ.